ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ യൂണിറ്റായ ഹ്യൂസ് ആൻഡ് വ്യൂസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ഹ്യൂസ് ആൻഡ് വ്യൂസ് എന്നാണ്. ഹ്യൂസ് എന്ന് വെച്ചാൽ കളർ, പലതരത്തിലുള്ള വർണ്ണങ്ങൾ, കളറുകൾ എന്നാണ് അർത്ഥം. വ്യൂസ് എന്ന് വെച്ചാൽ കാഴ്ചകൾ. അപ്പോൾ കാഴ്ചകളും കളറുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ ഒരു യൂണിറ്റ് കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ 4 പാഠങ്ങളാണ്. 2 ഗദ്യഭാഗവും അതുപോലെ 2 പദ്യവുമാണ്. ഇതിലെ പ്രോസ് ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠങ്ങൾ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. എഴുതിയിരിക്കുന്നത് ചാൾസ് ഡി കോസ്റ്റർ. അതുപോലെ മറ്റൊരു സ്റ്റോറി ദ ബോയ് ഹൂ ഡ്രൂ ക്യാറ്റ്സ് ബൈ ഹസഗാവ ടക്കജിറോ. അതുപോലെ ഒരു പോയം താജ്മഹൽ ബൈ രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് വി ആർ ദ വേൾഡ്. അതൊരു പോയം അല്ല, അതൊരു സോങ് ആണ്. അത് പാടിയിരിക്കുന്നത് മൈക്കിൾ ജാക്സൺ, ലയണൽ റിച്ചി ജൂനിയർ, അതുപോലെ വേറെ കുറേ ആർട്ടിസ്റ്റുകൾ കൂടി പാടിയിട്ടുള്ള ഒരു ഗാനമാണ് വി ആർ ദ വേൾഡ് എന്നുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് എൻട്രി ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? വാട്ട് ആർ ദ ഡീറ്റെയിൽസ് യു നോട്ടീസ് വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസ്ലി? ഈ ചിത്രം നിങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹൗ ഡിഡ് ദ ആർട്ടിസ്റ്റ് ഹൈഡ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഫ്രം അവർ ഐസ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? ആദ്യ കാഴ്ചയിൽ നമുക്ക് ഈ ചിത്രത്തിനുള്ളിൽ ധാരാളം ചിത്രങ്ങളുള്ളത് അനുഭവപ്പെടില്ല. അപ്പോൾ അത് ഏത് രീതിയിലാണ് ഇവിടെ ഈ ചിത്രകാരൻ ഈ ഒരു പല ചിത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് 3ാമത്തെ ചോദ്യം. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ദ പിക്ചർ അപ്പിയേഴ്സ് ടു ബി എ ലാർജ് ഫേസ് ഓഫ് എ മാൻ വിത്ത് എ ബിയേർഡ് ആൻഡ് എ ഹാറ്റ്. അതായത് ഒരാളുടെ മുഖമാണ് നമ്മൾ ആദ്യ കാഴ്ചയിൽ ഈ ചിത്രത്തിൽ കാണുന്നത്. ഒരു മനുഷ്യനും അയാളുടെ താടി അല്ലെങ്കിൽ തൊപ്പിയൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ദ ഫേസ് സീംസ് ടു ബി ലുക്കിംഗ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഇമേജ്. അതായത് ഇടത് ഭാഗത്തേക്കാണ് ഇയാൾ നോക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. 2ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഡീറ്റെയിൽസ് യു നോട്ടീസ് വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസ്ലി? കൂടുതൽ ശ്രദ്ധിച്ച് നിങ്ങൾ ചിത്രത്തിൽ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? അപ്പോൺ ക്ലോസർ ഇൻസ്പെക്ഷൻ ദ എലമെന്റ്സ് ദാറ്റ് മേക്ക് അപ്പ് ദ ഫേസ് റിവീൽ മോർ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിനുള്ളിലുള്ള മറ്റു ചിത്രങ്ങൾ നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. എന്തൊക്കെയാണത്? The eye and eyebrow of the face are formed by the outline of a man wearing a hat and sitting on a horse. അപ്പോൾ ഈ ചിത്രത്തിലെ പ്രധാന മുഖത്തിൻ്റെ കണ്ണും പുരികവും ഒക്കെ വരച്ചിരിക്കുന്നത് വേറൊരു ചിത്രം ഉപയോഗിച്ചിട്ടാണ്. ആ ചിത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ, ഒരു തൊപ്പി വെച്ച ഒരു മനുഷ്യൻ, കുതിരപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം ഉപയോഗിച്ചിട്ടാണ് കണ്ണും പുരികവുമൊക്കെ വരച്ചിരിക്കുന്നത്. വി ക്യാൻ സീ മെനി അതർ പിക്ചേഴ്സ് വിതിൻ ദ പിക്ചർ. ഈ ചിത്രത്തിനുള്ളിൽ തന്നെ നമുക്ക് ധാരാളം മറ്റു ചിത്രങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ഇനി 3ാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ ആർട്ടിസ്റ്റ് ഹൈഡ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഫ്രം അവർ ഐസ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? ഇത്തരത്തിലുള്ള മറ്റ് ചിത്രങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചയിൽ നിന്ന് ഇവിടെ ചിത്രകാരൻ മറച്ചു വെച്ചിരിക്കുന്നത്? ദ ആർട്ടിസ്റ്റ് എംപ്ലോയ്ഡ് എ ടെക്നീക്ക് നോൺ ആസ് ഡബിൾ ഇമേജറി ഓർ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ. ഇവിടെ ഈ ഒരു ചിത്രകാരൻ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കിന്റെ പേര് ഡബിൾ ഇമേജറി എന്നാണ്, അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നും ഇതിനെ പറയുന്നു. വെയർ ലാർജ് എലമെന്റ്സ്, in this case the large face, are composed of smaller images. ഇവിടെയുള്ള മെയിൻ ചിത്രം വരച്ചിരിക്കുന്നത് മറ്റ് ചില ചെറിയ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഈ ഒരു കേസിൽ ഒരു വലിയ മുഖം വരച്ചിരിക്കുന്നത് ഈ കുതിരപ്പുറത്തിരിക്കുന്ന മനുഷ്യനും അതുപോലെ തന്നെ ഈ പുഴയുടെയും ഒക്കെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ്. This technique tricks the viewer's eye into initially perceiving the overall image before noticing the finer details. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ആദ്യ നോട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ചിത്രങ്ങൾ കാണാൻ സാധിക്കില്ല. നമ്മൾ ആ ഒരു വലിയ ചിത്രം, മെയിൻ ചിത്രം മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. പക്ഷെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന മറ്റു ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും.